ഹായ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം, കൊച്ചി. ഇവിടുത്തെ എൻട്രി ഫീസ് 50 രൂപയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 25 രൂപ, വിദേശികൾക്ക് 200 രൂപ. സന്ദർശന സമയം 9 മുതൽ 5:30 വരെ. ശനി ഞായർ ദിവസങ്ങളിൽ 8 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെ ലഞ്ച് ടൈമാണ്. വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് ഈ മ്യൂസിയം ഉള്ളത്. അതിൽ തന്നെ ഇൻഡോർ മ്യൂസിയം പ്രവർത്തിക്കുന്നത് 2 ബങ്കറുകളിലായിട്ടാണ്. ഒരു ബങ്കർ ഫേസ് 1ഉം മറ്റൊന്ന് ഫേസ് 2ഉം ആണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഫേസ് 2 ബങ്കറിനുള്ളിലാണ്. ഫേസ് 2വിൽ ഇന്ത്യൻ നേവിയുടെ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഓഫീസർമാർ അവരുടെ റാങ്ക് അനുസരിച്ച് ധരിക്കുന്ന യൂണിഫോമുകളും ബാഡ്ജുകളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആദ്യകാലത്തെ ഓഫീസർമാർ സംഭാവന ചെയ്ത പിസ്റ്റൽസിൻ്റെ ഒരു അപൂർവ ശേഖരം ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൻ്റെ രസകരമായ അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്ന മ്യൂസിയങ്ങൾക്ക് കൊച്ചിയിൽ യാതൊരു കുറവുമില്ല. ചില മ്യൂസിയങ്ങൾക്ക് അതിൻ്റേതായ ഒരു ചരിത്രവും ഉണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം അത്തരം ഒരു ചരിത്രമുള്ള ഒരു സ്പെഷ്യൽ മ്യൂസിയമാണ്. 2 ബങ്കറിലായിട്ടാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ബങ്കറുകൾ നിർമ്മിക്കുന്നത്. 1938 ബ്രിട്ടീഷുകാർ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടി 2 ഉറപ്പുള്ള ബങ്കറുകൾ നിർമ്മിച്ചു. ബർമീസ് തീരത്തെത്തിയ ജപ്പാൻകാർക്കെതിരെ ജാഗ്രത പാലിക്കാനാണ് ഇത് നിർമ്മിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് 1 വർഷം മുൻപാണ്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. ബങ്കറുകൾക്ക് കേടൊന്നും സംഭവിക്കാതെ നിലനിന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം 2001 ഇന്ത്യൻ നേവിയുടെ സദേൺ നേവി കമാൻഡ് ഈ ബങ്കറുകൾ നിലനിൽക്കുന്ന പ്രദേശം ഒരു മ്യൂസിയമായി മാറ്റാൻ തീരുമാനിച്ചു. ഇതാണ് ഈ മ്യൂസിയം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ചരിത്രം. 1971 ഡിസംബർ 9 INS കുക്രി ഒരു പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ ടോർപിഡോയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ പേരുകളാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തെ മഹാരാജാക്കന്മാരുടെയും ധീരയോദ്ധാക്കളുടെയും ചിത്രങ്ങളോടൊപ്പം അവർ രാജ്യത്തിന് വേണ്ടി നടത്തിയ നാവിക മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണവും നമുക്ക് കാണാം. ഛത്രപതി ശിവജി, ടിപ്പു സുൽത്താൻ എന്നീ രാജാക്കന്മാരും കനോജി ആംഗ്രി, കുഞ്ഞാലി മരക്കാർ എന്നീ ധീരയോദ്ധാക്കളുടെയും ചിത്രങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. നാവികസേനയ്ക്ക് നൽകിയ സംഭാവന എന്ന നിലയിലാണ് ഇവിടെയുള്ള കൂടുതൽ ചിത്രങ്ങളും. അതിൽ വിദേശികളും സ്വദേശികളും ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് വാസ്കോഡ ഗാമയുടെ ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. ഈ കാണുന്ന പായക്കപ്പലിൻ്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത് വളരെ ആകർഷണമായിട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇരട്ടി സൗന്ദര്യം നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് തോന്നും. അത് തീർച്ചയാണ്. ഒരു കാലത്ത് നാവികർ ഉപയോഗിച്ചിരുന്ന പായക്കപ്പലിൻ്റെ മാതൃകയാണ് ഇത്. ഈ കാണുന്നത് വീഡിയോ റൂം ആണ്. എൻ്റെ സന്ദർശന സമയത്ത് ഇതിൻ്റെ പ്രവർത്തന സമയം അല്ലാത്തതിനാൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല. വീഡിയോ റൂമിന് പുറത്തിറങ്ങുമ്പോൾ നേവി നിലവിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ, ജെറ്റുകൾ, വിമാനങ്ങൾ, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ എന്നിവയുടെ വളരെ ചെറിയ ഡെമോകൾ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബങ്കറിനുള്ളിൽ നിൽക്കുമ്പോൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വളരെ വലുപ്പവും ദൂരവും നമുക്ക് ഫീൽ ചെയ്യും. അത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ മ്യൂസിയം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയ പഠനം ഉദ്ദേശിച്ചു വരുന്ന ഒരാൾക്ക് ഒരു ദിവസം തികയാതെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളും വിവരണങ്ങളും അതിനു മാത്രമുണ്ട്. എന്തായാലും ഈ ബങ്കറിനുള്ളിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഫേസ് 1 ബങ്കറിലേക്ക്. പക്ഷേ അതിനു മുൻപ് പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഫേസ് 1 ബങ്കറിലേക്ക് പോകാം. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ആയുധങ്ങളിൽ കൂടുതലും കപ്പലിൽ പ്രവർത്തിപ്പിക്കുന്നവയാണ്. ചിലത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് AK-230 ആൻറ്റി എയർക്രാഫ്റ്റ് ഗാറ്റ്ലിംഗ് ഗൺ. 1 മിനിറ്റിൽ 1000 റൗണ്ട് ഫയർ, റേഞ്ച് 4 കിലോമീറ്റർ. ഇവനാണ് MR-104 റഡാർ ആൻറ്റിന. ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുന്നതിനും കൃത്യമായ റേഞ്ച്, ഫയറിംഗ് എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. MR-105 റഡാർ എയർക്രാഫ്റ്റ് മിസൈലുകളടക്കം ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിടാനും രൂപകൽപ്പന ചെയ്തത്. INS ഡൽഹി D61 ഇവളാണ് മിസൈൽ ഡിസ്ട്രോയ്സിൻ്റെ ലീഡർഷിപ്പ്. 6 ബാരൽ
1904 UK നിർമ്മിതി INS ദ്രോണാചാര്യയുടെ ഭാഗമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. INS തൽവർ F-40 റഷ്യൻ നിർമ്മിതി. 2M 3M ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ. മൈൻ സ്വീപ്പർ ഷിപ്പുകളിൽ ഘടിപ്പിക്കുന്ന ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ. റേഞ്ച് 3.7 കിലോമീറ്റർ, മിനിറ്റിൽ 450 റൗണ്ട് ഫയറിംഗ്. അണ്ടർ വാട്ടർ മൈൻ. ഇത് വെള്ളത്തിനടിയിലുള്ള ഒരു കാന്തിക കനിയാണ്. ശത്രു കപ്പലുകൾ നമ്മുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണയായി ഹാർബറുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇതാണ് ഡൈവിംഗ് ബെൽ. കപ്പലിന് അടിഭാഗത്തുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു. ഇതാണ് TEM 3 സ്വൈപ്പ് ഡൈവേർട്ടർ. ഉയർന്ന വോൾട്ടേജ് വഹിക്കുന്ന ഒരു ലൂപ്പ് കേബിൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവനാണ് WM-18A റോക്കറ്റ് ലോഞ്ചർ. 18 റോക്കറ്റുകൾ ഒരേ സമയം, റേഞ്ച് 10 കിലോമീറ്റർ. ഇൻഫർമേഷൻ ബോർഡ് ഇല്ലാത്ത കുറച്ച് ആയുധങ്ങളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് നിർവാഹമില്ല. ഇനി നമ്മൾ പോകുന്നത് ബങ്കർ ഫേസ് 1ലേക്കാണ്. ഈ പുറത്തുനിന്ന് കാണുന്നതാണ് ഫേസ് 1. എന്തായാലും നമ്മൾക്ക് ഈ ബങ്കറിൻ്റെ മുകളിലേക്കൊന്ന് പോകാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ എല്ലാ പ്രദേശവും നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഫേസ് 1 ബങ്കറിലേക്ക്. ഫേസ് 1ൽ കേരള മറൈൻ ഹിസ്റ്ററി അടുത്തറിയാനും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മോഡലുകളും ചിത്രങ്ങളും സിന്ധു നദീതട നാഗരികതയുടെ കാലം മുതലുള്ള ഇന്ത്യയുടെ സമുദ്ര ചരിത്രം കണ്ടെത്താനും നമ്മെ സഹായിക്കും. ഒരുപാട് മനോഹരമായ പെയിൻറ്റിങ്ങുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത. 1987 ജൂലൈ 15 കമ്മീഷൻ ചെയ്തതും 2023 ഡീകമ്മീഷൻ ചെയ്തതുമായ INS മഗറിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഒരു ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. INS മഗറിൻ്റെ ഹോം പോർട്ട് കൊച്ചി സദേൺ നേവൽ കമാൻഡ് ആയിരുന്നു. ഇവിടെയുള്ള എല്ലാ പെയിൻറ്റിങ്ങുകളുടെയും താഴെയായി പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. 3D എഫക്റ്റുള്ള ഈ പെയിൻറ്റിങ്ങുകൾ നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ബേപ്പൂരിലെ കപ്പൽ നിർമ്മാണ യാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഇന്ത്യയിലും പേർഷ്യയിലും ഗൾഫിലും ഉപഭോക്താക്കൾക്ക് അവർ സേവനം കൊടുത്തിരുന്നു. പോർച്ചുഗീസുകാരാണ് കൊച്ചിയിൽ ഒരു കപ്പൽ നിർമ്മാണശാല ആദ്യമായി സ്ഥാപിക്കുന്നത്. പുരാതന കാലം മുതൽ ഇതുവരെയുള്ള നാടുകൾക്കിടയിൽ കേരളത്തിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ പ്രവർത്തന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. മതങ്ങളുടെ ആഗമനം. കടൽ മാർഗമുള്ള യൂറോപ്യൻ അറബികളുടെ വ്യാപാരത്തിനുള്ള വരവാണ് കേരളത്തിലൂടെ ഇന്ത്യയിൽ പല മതങ്ങളും കടന്നു കയറാൻ കാരണമായത്. അറബികളുടെ വരവോടെ ഇസ്ലാം മതവും, BC 1000 ആണ്ടിൽ കിങ് സോളമൻ്റെ വരവോടെ ജൂതമതവും, ക്രിസ്ത്യൻ മതം 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലെ ആയിരുന്ന സെയിൻറ്റ് തോമസിൻ്റെ വരവോടുകൂടിയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. സാമൂതിരിയും ഹിന്ദു രാജാക്കന്മാരും അറബികൾക്കും യൂറോപ്യന്മാർക്കും കടൽ വ്യാപാരത്തിനായി കോളനികൾ സ്ഥാപിക്കുവാൻ അവസരം നൽകി. ആചാരങ്ങളും മതങ്ങളും കേരളത്തിലേക്ക് എത്തിപ്പെടുകയും അതെല്ലാം ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ചിത്രം ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇസ്ലാമിൻ്റെയും ഇന്ത്യയിലെ കേരളത്തിൽ കൂടിയുള്ള വരവിനെ സൂചിപ്പിക്കുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരം. കുരുമുളകിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും റാണിയാണ് കേരളം എന്ന് തന്നെ പറയാം. വിദേശികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് തന്നെ കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന വിപണി കാരണമാണെന്ന് പറയാൻ സാധിക്കും. പോർച്ചുഗീസ്, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ മുതലായവർ ഇന്ത്യ സന്ദർശിക്കാൻ കാരണം സുഗന്ധവ്യഞ്ജനങ്ങളെ തിരക്കിയുള്ള അന്വേഷണം മൂലമാണ്. അങ്ങനെ ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിന് ഒരു മാറ്റം വരുത്താൻ വിദേശീയരുടെ വരവ് കാരണമായി. ഇനി ഈ മ്യൂസിയത്തിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് 3 സ്റ്റാച്യൂസ്. അതിൽ തന്നെ പ്രധാനിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ധീര പോരാളി കുഞ്ഞാലി മരയ്ക്കാർ. മറ്റൊന്ന് വാസ്കോഡഗാമയാണ്. മൂന്നാമത്തെ ആളെ എനിക്കത്ര പരിചിതമല്ല. അദ്ദേഹത്തിൻ്റെ പേര് ഗുജറാത്ത് പൈലറ്റ് എന്നാണ്. 1498 മെയ് മാസത്തിൽ അബ്ദുൽ മജീദ് എന്ന ഗുജറാത്തി പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ വാസ്കോഡഗാമയുടെ കീഴിൽ കോഴിക്കോട്ടേക്ക് 3 കപ്പലുകൾ ഇറക്കിയത് ഇന്ത്യൻ ചരിത്രത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. ഗുജറാത്ത് പൈലറ്റിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് ഗൂഗിൾ സെർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനി കാണുന്ന മുറിയിലും ചരിത്രങ്ങൾ വിവരിക്കുന്ന ചിത്രങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഫ്രഞ്ച് മത്സരം തുടർന്നുണ്ടായ യുദ്ധവുമാണ്.
കോഴിക്കോട് സാമൂതിരി ഇംഗ്ലീഷുകാർക്ക് മലബാറിൽ വ്യാപാരം നടത്താൻ അവസരം നൽകി. ഇതേ സമയത്ത് ഫ്രഞ്ചുകാർ മാഹിയിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കടുത്ത ശത്രുക്കളായി മാറുകയും മലബാർ തീരത്ത് കാർത്താർസി യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാവുകയും ചെയ്തു. കൊച്ചി തുറമുഖം കായലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇനി ഫേസ് 1 ബങ്കറിൽ നിന്നും പുറത്തേക്ക്. ഇനി ഇവിടെ വന്നാൽ ആരും മിസ് ചെയ്യാതെ കാണേണ്ട ഒന്നാണ് സീ കിങ് ഹെലികോപ്റ്റർ. സീ കിങ് ട്വിൻ എൻജിൻ ASW വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ നിർമ്മിച്ച ഹെലികോപ്റ്ററാണ്. ബ്രിട്ടീഷ് വംശജനാണിവൻ. ഇത് ലോകത്തിലെ ആദ്യ ആംഫിബേസ്ഡ് ഹെലികോപ്റ്ററാണ്. ഇവൻ്റെ പ്രവർത്തന വേഗത 129 MHPയും പരമാവധി ഉയരാനുള്ള പരിധി 11,500 അടിയും റേഞ്ച് 764 മൈൽ ആണ്. ഈ മിലിറ്ററി യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിന് വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈൽ, ടോർപിഡോ വിക്ഷേപിക്കാൻ കഴിവുണ്ട്. കൂടാതെ മിഷൻ ഗണ്ണും സജ്ജീകരിച്ചിരിക്കുന്നു. ഈ മൈതാനത്ത് ഹെലികോപ്റ്ററിനു ചേർന്ന് വേറെയുമുണ്ട് അംഗങ്ങൾ. ഇതാണ് ദൊറോത്തിയ വെസൽ. ഇവനാണ് PBGM, ഒരു അഡ്വാൻസ് ഇൻ്റലിജൻറ്റ് ഗ്രൗണ്ട് മൈൻ. ഇവനാണ് സീ ഈഗിൾ മിസൈൽ. 100 കിലോമീറ്റർ ദൂരപരിധി കപ്പലുകൾ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി മ്യൂസിയത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് വലതുവശത്തായി ഒരു കഫറ്റീരിയ ഉണ്ട്. അതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ബ്ലൂ വാട്ടേഴ്സ് അഹോയ്, ഇന്ത്യൻ നേവിയുടെ 75 വർഷങ്ങൾ ചിത്രങ്ങളിലൂടെയും ലിഖിതങ്ങളിലൂടെയും ഒരു നീണ്ട മതിൽ കാണാൻ കഴിയും. ടോയ്ലറ്റിനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫാമിലിയായി തന്നെ വന്ന് കാണാൻ കഴിയുന്ന ഒരു മ്യൂസിയമാണ് നമ്മുടെ സ്വന്തം നേവിയുടെ ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം.